ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കോളേജിൽ ഫ്രഷേഴ്സ് ഡേ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണിത്. അങ്ങനെ നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞത് കൊണ്ട് കോളേജിൽ നിന്ന് നമുക്ക് ഫ്രഷേഴ്സ് ഡേക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. കോളേജിൽ നിന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രഷേഴ്സ് ഡേക്ക് പോവുകയാണ്. നമ്മുടെ പ്രോഗ്രാം വരുന്നത് കോളേജ് ഹാളിൽ വെച്ചിട്ട് തന്നെയാണ്. രാവിലെ 10:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയായി ബസ് കയറാൻ പോയിട്ടുണ്ട്. അങ്ങനെ തെങ്കരന്ന് ബസ് കയറി മണ്ണാർക്കാട് എത്തി. അവിടെ വേറെ ഫ്രണ്ട്സ് എല്ലാവരും കാത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ ഇട്ടത് നമ്മൾ കോളേജിലേക്ക് നടന്നു പോവുകയാണ്. ഇതൊക്കെ ഇട്ടത് ഞാൻ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കണ്ടിട്ട്. അങ്ങനെ എല്ലാവരും കാണാനും പറ്റി. കോളേജിലെത്തിയപ്പോഴേക്ക് ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രഷേഴ്സിന് കൊടുക്കാനുള്ള ടാസ്ക് എല്ലാത്തിൻ്റെ ലിസ്റ്റാണ് കാണിക്കുന്നത്. നമ്മൾ ചെന്നിട്ടാണ് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്നതും. അങ്ങനെ ഞാൻ പോയപ്പോൾ തന്നെ പിന്നെ ബലൂണ് വീർപ്പിക്കലും അത് കെട്ടലും എല്ലാം ആയിട്ട് ജോലികളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗസ്റ്റ് സിംഗർ ബിസ്മില്ലായിരുന്നു. അപ്പോൾ ഫ്ലെക്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ വൈറ്റ് കോട്ട് സെറിമണി ഉണ്ട്. അപ്പോൾ നമ്മൾ നന്ദനേൻ്റെ ഒപ്പം വൈറ്റ് കോട്ട് സെറിമണിക്ക് വേണ്ടിയിട്ട് വൈറ്റ് കോട്ട് എടുക്കാൻ പോയതാണ് മുകളിലേക്ക്. ഞങ്ങൾ കോട്ടൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും എല്ലാവരും ഇതുപോലെ തന്നെ റെഡി ആയിരിക്കുമായിരുന്നു, വൈറ്റ് കോട്ടൊക്കെ പിടിച്ച്. അങ്ങനെ നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്, സിംഗർ ബിസ്മില്ല്. നമ്മൾ ഗസ്റ്റിനെ വെൽക്കം ഒക്കെ ചെയ്ത് പിന്നെ നേരെ പ്രെയർ സ്റ്റാർട്ട് ചെയ്ത് പ്രെയർ കഴിഞ്ഞ് ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സാർമാരുടെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ സ്പീച്ച്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സോങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ സോങ് ഇതിൽ കൊടുക്കുന്നില്ല. അതുപോലെ എടുത്ത സോങ്ങൊക്കെ നമ്മൾ ഫാസ്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടോ സോങ്ങൊക്കെ നമ്മൾ ഇരുന്ന് കേട്ട് പിന്നെ DJ ലൈറ്റും എല്ലാം കൊണ്ട് നമ്മൾ അങ്ങോട്ട് കൺട്രോൾ പോയി ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളാകെ ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ വൈറ്റ് കോട്ട് സെറിമണി. അപ്പോൾ നന്ദനയൊക്കെ വൈറ്റ് കോട്ടൊക്കെ ഇട്ട്, നന്ദനയല്ല എല്ലാവരും വൈറ്റ് കോട്ടൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ബാക്കിൽ പോയി വീഡിയോ എടുത്തിരുന്നു. എല്ലാവരും വൈറ്റ് കോട്ട് ഇട്ട് സ്റ്റേജിലേക്ക് പോകുമായിരുന്നു. സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവർക്കും കൂടി ഉള്ള വൈറ്റ് കോട്ട് സെറിമണിയാണ്. പിന്നെ നമ്മുടെ ക്യാൻഡിലൊക്കെ കത്തിച്ച് വൈറ്റ് കോട്ട് ഇട്ടൊരു ക്യാൻഡിലൊക്കെ കത്തിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതോടെ പിന്നെ അവർക്കൊരു പറയാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ രാധിക മിസ് അന്ന് ബ്ലഡ് ചൊല്ലിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏറ്റു ചൊല്ലിയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടോക്കി. Whatever is administered, any harmful drugs to mediate ഒക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും വൈറ്റ് കോട്ട് സെറിമണി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ടില്ല, ആ ഒരു മൂഡിലിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു. ഫസ്റ്റ് നന്ദന ക്ലാസിക്കൽ ഡാൻസ് കളിച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഫ്രഷേഴ്സിന് ടാസ്ക് കൊടുക്കണൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ടാസ്ക് കൊടുക്കാനാണല്ലോ ഫ്രഷേഴ്സ് ഡേക്ക് മെയിൻ. അങ്ങനെ നമ്മൾ ടാസ്കൊക്കെ ഒരു പേപ്പറിലിട്ട് ഈ പെട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ടാസ്കിനുള്ളതാണ്. ഇമോജീസ് കാണിച്ച് ഓരോരുത്തരുടെ പേര് വിളിക്കുക, അതുപോലെ വന്ന് ഇമോജീസ് കാണിക്കുക, ആൽഫബറ്റ് റിവേഴ്സ് ഓർഡറിൽ പറയുക, പിന്നെ അങ്ങനെ കുറേ ടാസ്കൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി കണ്ടോക്കി.
ടാസ്ക്, പിന്നെ ഡാൻസ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ അതേപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. സാരി ഉടുത്തിട്ട് നമ്മൾ കൈക്കൊണ്ടതിൻ്റെ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതെ നമ്മൾ അതിൻ്റെ എല്ലാം ചെറുതായിട്ടുള്ള പകരം വീട്ടിലൊക്കെ കഴിഞ്ഞു. ഇതേ കുറച്ച് പേര് കോർഡിനേറ്റേഴ്സായിട്ട് സ്റ്റേജിൽ സൈഡിൽ തന്നെ ഉണ്ടാകും, ടാസ്ക് കൊടുക്കാനും അതുപോലെ ഓരോ പ്രോഗ്രാമിന് എല്ലാവരെയും വിളിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇതേ അടുത്ത ടാസ്ക് വന്നിട്ടുള്ളത്, ശരിക്കും ഇവന് സാരി ഡ്രൈപ്പ് ചെയ്യണമായിരുന്നു, പക്ഷേ അവനെ ഡ്രൈപ്പ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് നമ്മുടെ സാരി ഡ്രൈപ്പിസ്റ്റ് ഉണ്ട് പ്രൊഫഷണലായിട്ടുള്ള. അപ്പം നമ്മുടെ പ്രിൻസിപ്പൾ തന്നെ അവിടെ സാരി എടുത്തെടുത്ത് പിന്നെ അവനക്കുള്ള ടാസ്ക് അത് എടുത്തിട്ട് ഒരു റാമ്പാക്കായിരുന്നു. അങ്ങനെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള ടാസ്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ ഇല്ല, കുറച്ച് വീഡിയോസ് എടുത്തിട്ടാണ്. അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഷെമിറിൻസ് കൂടെ ഡാൻസ് കളിക്കാമെന്ന് ഈ കുട്ടിക്കുള്ള ടാസ്ക്. മിസ് പിന്നെ അങ്ങനെ ഡാൻസ് ഒന്നും കളിച്ചില്ല, വെറുതെ കൈകൊട്ടി നിന്നതേ ഉള്ളൂ. അതിനുള്ള പണി നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് നമ്മൾ ടാസ്ക്കൊക്കെ നിർത്തി വെച്ച് പ്രോഗ്രാമൊക്കെ നിർത്തി വെച്ച് നമുക്ക് ലഞ്ച് കഴിഞ്ഞ ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടിയുടെ പാട്ടോടുകൂടി നിർത്തി. പിന്നെ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ പോയത്. അപ്പോൾ നമുക്ക് ലഞ്ചിനായിട്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഫുഡൊക്കെ വേറെ ഏൽപ്പിച്ചൊക്കെയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്ന് നമ്മൾ ഫുഡും കൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആയിട്ട് കഴിക്കുകയാണ് ചെയ്തത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞതും പിന്നെയും നമുക്ക് പ്രോഗ്രാം വരുന്നത് ഫസ്റ്റ് ഡാൻസാണ്. നമ്മുടെ സീനിയേഴ്സിൻ്റെ ഡാൻസായിരുന്നു. ഇത് സീനിയേഴ്സിൻ്റെ ഡാൻസ് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഫ്രഷേഴ്സിന് ടാസ്ക് കൊടുക്കലായിരുന്നു. ഒരു ടാസ്ക് ഡാൻസ് അങ്ങനെയായിട്ടാണ് പോയിരുന്നത്. അപ്പോൾ അതേ നമ്മൾ ആഷിഖ് സാറിനെ പ്രപ്പോസ് ചെയ്യലായിരുന്നു. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് മൈമാണ്. ഇതിൻ്റെ ഒന്നും ഫുൾ വീഡിയോ ഇട്ടിട്ടില്ല, നല്ല ലോങ് ആവും. ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. നമുക്ക് ഈ ടാസ്കിൻ്റെ അതുപോലെ ഡാൻസ് മൈം ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ നമ്മുടെ DJ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. DJ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതെ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു.
ഇന്നത്തെ നമ്മുടെ ഫ്രഷേഴ്സ് ഡേ പ്രോഗ്രാം കൂടി അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്ത് ഡാൻസും കളിച്ച് ആകെ വേർത്ത് കുളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പോയി അപ്പം തന്നെ ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കയറി ഇന്നാണെന്ന് വെച്ചാൽ സ്റ്റാൻഡിലില്ലാത്ത അത്ര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ തെങ്കലെത്തി. പിന്നെ ഒരു കടയിൽ കയറി ചോക്കോബാറൊക്കെ വാങ്ങി അതും കഴിച്ചിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇങ്ങനെ കോളേജിലൊരു പ്രോഗ്രാം ഉണ്ടാവില്ല. ഇനി ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ തന്നെ ഓണത്തിൻ്റെ സെലിബ്രേഷനുകൾ ഉണ്ടാവുക. അന്ന് കഴിച്ചു വരുന്നതും കൊണ്ട് എൻ്റെ ചോക്കോബാർ അങ്ങനെ നിലത്തും പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്രഷേഴ്സ് ഡേൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ കുറേ DJയും ഡാൻസൊക്കെ ചെയ്യുന്നത് തന്നെ കോപ്പിറൈറ്റ് ഇട്ടാണ് സോങ്ങിൻ്റെ. ടൈം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ഷെയർ കമൻറ്റ്. ബൈ.